അതേസമയം സർക്കാരുകൾ മാറി മാറി ഭരിക്കുന്നത് നാടിന്റെ പുരോഗതിയുടെ താളം തെറ്റിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ ഗാന്ധി അഖിലേന്ത്യാ നേതാവാണെങ്കിലും പ്രാദേശിക നേതാവിന്റെ ഗുണം പോലുമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. രാഹുൽ ഗാന്ധി കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഈ തുടർച്ചയുടെ കാലത്താണ് നാം നിൽക്കുന്നത്. ഈ തുടർച്ചയുടെ ഫലം നമ്മുടെ കൊച്ചി ഉൾപ്പെടെയുള്ള നാടിൻ്റെ എല്ലാ ഭാഗങ്ങളും അനുഭവിക്കുകയാണ്. സമഗ്രമായ വികസനമാണ് നടപ്പാക്കാനായത്. അതിൻ്റെ ഫലമായി നഗരവികസനത്തിന് ഒരു നയം രാജ്യത്താദ്യമായി അത്തരമൊരു നയം രൂപീകരിക്കാൻ കമ്മീഷനെ നിയോഗിച്ചത് നമ്മൾ കേരളത്തിലാണ്. കൊച്ചി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുകയാണ്. ശ്രീജിത്ത്, വളരെ വലിയൊരു വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോതമംഗലത്ത് ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് പ്രാദേശിക നേതാവിന്റെ ഗുണം പോലുമില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിപക്ഷത്തിനെതിരെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിച്ചത്? ഇപ്പോഴാണെങ്കിൽ കിഫ്ബിയിൽ നിന്നും 11.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള വലിയ വികസനം കൂടി അവിടെ സാധ്യമാക്കിയിട്ടുള്ളത്. താലൂക്ക് ആശുപത്രിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസനമാണ് ഇപ്പോൾ നമ്മൾ സാധ്യമാക്കിയിട്ടുള്ളത്. ഐശ്വര്യ, ഇന്ന് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ എറണാകുളം ജില്ലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ പരിപാടി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മാർബേസിൽ ാണ്. അതിനുശേഷം അദ്ദേഹം തൃപ്പൂണിത്തുറയിലും വൈപ്പിലും കളമശ്ശേരിയിലും തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ വൈകിട്ട് പങ്കെടുക്കും. ഇന്ന് പ്രധാനമായും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ ഡീൽ ആരോപണവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലാണ് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചത്. രാഹുൽ ഗാന്ധി ഒരു അഖിലേന്ത്യാ നേതാവാണ്, പക്ഷേ ആ ഒരു ധാരണ പോലും ഇല്ലാതെ, ഒരു പ്രാദേശിക നേതാവിന്റെ പോലും ധാരണയില്ലാത്ത രീതിയിൽ ആണ് അദ്ദേഹം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇതെന്തൊരു അധപതനമാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളാണ് BJP രാജ്യത്ത് വളരാൻ സഹായമായതെന്നും രാഹുൽ ഒരു BJPയുടെ ബി ടീമായാണ് പ്രവർത്തിക്കുന്നതെന്നും പിണറായി ആരോപിച്ചു. നേരത്തെ കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയാണ് ഇത്തരം കാര്യങ്ങൾ വളരെ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ എന്താണ് പിന്നീട് സംഭവിച്ചത്? ഇത് തന്നെ ഹരിയാനയിലും സംഭവിച്ചു. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ ആവട്ടെ ഒരു വ്യക്തതയില്ലാത്ത രാഷ്ട്രീയ സമീപനത്തിലൂടെയാണ് രാഹുൽ ഗാന്ധി പോകുന്നത്. ഇത് വളരെ അധപതനമുള്ള ഒരു കാര്യമാണെന്നും എത്ര കൊണ്ടാലും പഠിക്കാത്തൊരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്നുമാണ് വളരെ കടന്ന രീതിയിൽ തന്നെ പ്രതികരിച്ചുകൊണ്ട് പിണറായി വിജയൻ പ്രതികരിച്ചത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസ് കേസെടുക്കുന്നത് തന്റെ അറിവോടെയല്ല, അല്ലെങ്കിൽ തനിക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പോലീസിന്റെ ഒരു നിയന്ത്രണമില്ല, താൻ അറിയാറില്ല കാര്യങ്ങളൊന്നും. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഇത്തരം കേസുകൾ എടുക്കുന്നതെന്ന ഊഹമാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഇപ്പോൾ ഈ കോൺഗ്രസ് ആരോപിക്കുന്ന ഡീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവയെല്ലാം തന്നെ അവരുടെ പരാജയ ഭീതി മൂലം ഉണ്ടാകുന്ന കാര്യമാണ്. SDPIയുടെ വോട്ടുകൾ LDFിൽ ലഭിക്കാം എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും അറിഞ്ഞു. കൂടുതൽ രാഷ്ട്രീയപരമായ ചോദ്യങ്ങളോട് അദ്ദേഹം പിന്നീടാകാം ആ കാര്യമെന്ന് പറഞ്ഞ് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. G. സുധാകരനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾക്ക് ഈ ഘട്ടത്തിൽ താൻ മറുപടി പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഇപ്പോൾ ആ പാർട്ടിയിലില്ലല്ലോ, അപ്പോൾ തന്റെ പാർട്ടിയിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ആ രീതിയിലായിരിക്കും. നേരത്തെ ഉന്നയിക്കാത്ത പല കാര്യങ്ങളും G. സുധാകരൻ ഇപ്പോൾ ഉന്നയിച്ചേക്കാം. അതിനോടൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്നൊരു സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. എന്നാലും മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ കോതമംഗലത്തെ മാർബേസിൽ ഗ്രൗണ്ടിലെത്തി. ഇവിടെ ആന്റണി ജോണാണ് MLA. കഴിഞ്ഞ 2 വർഷമായി 2 ടേമായി അദ്ദേഹമാണ് MLA. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അദ്ദേഹം സംസാരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടുകൂടി അദ്ദേഹം തൃപ്പൂണിത്തുറയിലും വൈപ്പിലും കളമശ്ശേരിയിലുള്ള യോഗങ്ങൾ സംസാരിക്കും. ഐശ്വര്യ, ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് നായർ.